മലപ്പുറം കുറ്റിപ്പുറം ദേശീയപാതയിൽ ബസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തും. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും പരിശോധന. ബസ്സിനകത്തെ CCTV ദൃശ്യം വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധന്റെ സഹായം തേടും. ബസ് ഡ്രൈവറുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം മൊഴി രേഖപ്പെടുത്തും. AK അഭിലാഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഈ സാഹചര്യത്തിൽ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുത്താൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത വരുത്താൻ സാധിക്കും. ഒപ്പം ഈ ഡ്രൈവറുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത്. ഒപ്പം DCRB സംഘത്തലവനൊക്കെയാണ് അന്വേഷിക്കുന്നത്. MVD ഉണ്ട്, NATPAC ഉണ്ട്. അപ്പോൾ ഈ സംയുക്ത അന്വേഷണം അത് ഏത് രീതിയിലാണ്? ഇന്ന് ഏതായാലും വിശദമായ ഒരു പരിശോധനയായിരിക്കും നടക്കുക. നാറ്റ്പാക്കിന്റെയും അതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഈ പരിശോധന നടത്തുക. ഇന്നലെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസിലെയും ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ബസ്സിന്റെ യന്ത്ര തകരാറുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബസ്സിന്റെ ടയറുകൾക്ക് കാര്യമായ തേയ്മാനമോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ടയറിന് മാത്രമേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി വിലയിരുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ബസ്സിന്റെ അമിത വേഗതയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും പോലീസിന് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിനോ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ള ചില വിവരങ്ങൾ വരുമ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ കൈവശം ഇത്തരത്തിൽ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വെട്ടിച്ചിറ മുതൽ ഈ അപകടം നടന്ന സ്ഥലം വരെയുള്ള ദൂരം എത്ര വേഗം കടന്നു എന്നൊക്കെ പരിശോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഡ്രൈവിംഗിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചോ എന്നതാണ് പ്രധാനമായും കരുതുന്ന ഒരു കാര്യം, സംശയിക്കുന്ന ഒരു കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവറുടെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും ചോദ്യം ചെയ്യാവുന്ന നിലയിലല്ല എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ഏതായാലും ബസ്സിലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് സാങ്കേതിക വിദഗ്ധരുടെ സഹായം കൂടി തേടുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നാറ്റ്പാക്കിന്റെ പരിശോധന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ദേശീയപാതയിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതയുണ്ടായോ, റോഡിന് എന്തെങ്കിലും ശാസ്ത്രീയമായുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നടക്കമുള്ള പരിശോധനകൾ കൂടി നടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി സൂചനകൾ കൂടി വരുന്നുണ്ട്. ഏതായാലും ബസ്സിന്റെ അമിത വേഗതയാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനമായുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളുമായിരിക്കും ഇന്നിപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമാകും. ശരി, എന്തായാലും കുറ്റിപ്പുറം ബസ് അപകടം നടന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് AK അഭിലാഷ് നൽകിയത്.